പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ മധുസൂദന വാര്യർ. പ്രിയരെ, ബെൽ ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. ശ്രീമദ് ഭാഗവത അമൃതത്തിലെ അജാമിള മോക്ഷം കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയാൻ പോകുന്നത് ദക്ഷചരിതം ആണ്. ദേവന്മാർ മൃഗങ്ങളെ, പക്ഷികളെ മുതലായിട്ടുള്ളവരുടെയൊക്കെ വിസർഗം, അതായത് സൃഷ്ടിയെ പറ്റിയിട്ട് അങ്ങ് പറയുണ്ടായി. ഇനിയും ആ സൃഷ്ടിയുടെ ബാക്കി ഭാഗം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. പരീക്ഷിത പശുമഹർഷി പറഞ്ഞു എന്ന് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് ദക്ഷൻ അവതരിച്ചു എന്നാണ് പ്രചേതസ്സുകളുടെ കഥ പറയുമ്പോൾ പറഞ്ഞത്. ദക്ഷയാഗം കഥ കഴിഞ്ഞപ്പോൾ ദക്ഷൻ മരിച്ചു, ശിവൻ്റെ ഭൂതഗണങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞുല്ലോ. ആടിൻ്റെ തല ചേർത്ത് വെച്ചിട്ടാണ് ദക്ഷനെ ജീവിപ്പിച്ച് യജ്ഞം നടത്തിയത്. യഥാർത്ഥത്തിൽ ദക്ഷൻ്റെ തല പോയി. ആകപ്പാടെ കൂടി ശിവഭൂതഗണങ്ങൾ വന്ന് ആക്രമിച്ചതോട് കൂടിയിട്ട് ദക്ഷൻ്റെ തല പോയി. ശിരസ് അറുത്ത് ദക്ഷനെ വധിച്ചിരുന്നു അവർ. പിന്നെ തൽക്കാലം ഒരു ആടിൻ്റെ തല ചേർത്ത് വെച്ച് ആണ് ദക്ഷയാഗം പൂർത്തീകരിച്ചതെന്ന് പറഞ്ഞു. മുടങ്ങിയ യജ്ഞം മുഴുവനാക്കിയത് ആടിൻ്റെ തലയായ ദക്ഷൻ. അപ്പം ദക്ഷൻ സ്തുതിച്ചതൊക്കെയാണ് അത്ര ചമകമായിട്ട് മാറിയത്. ആടൊരൊറ്റ ശബ്ദേ പുറപ്പെടുകയുള്ളൂ, മേ 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 മേത്. അപ്പം എനിക്ക് ധർമ്മം യശശ്ചമേ ധർമ്മശ്ചമേ ധനശ്ചമേ, ഇങ്ങനെ മേ 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 എന്നാണ് ഈ ചമകത്തിൻ്റെ വാക്കുകൾ. എനിക്ക് ധർമ്മം ഉണ്ടാവട്ടെ, ധനം ഉണ്ടാവട്ടെ, വേറൊന്നുണ്ടാവട്ടെ, ഒക്കെ ഈ മേ മേ എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം ദക്ഷൻ തുതിച്ചതാണ് ചമകം ആയി മാറിയത്. അതൊക്കെ ദക്ഷയാഗത്തിൻ്റെ ഒരു തുടർച്ച കഥയായിട്ട് പറയും. എന്തായാലും ആ ദക്ഷന് പിന്നെ യഥാർത്ഥ തലയായിട്ട് തന്നെ ഭഗവാൻ ജന്മം കൊടുത്തു. അഹങ്കാരമൊക്കെ പോയി. ആടിൻ്റെ തലയൊക്കെ മാറ്റി ശരിക്കുള്ള ശിരസ് തന്നെ കൊടുത്തു എന്നാണ് കഥ. ചെയ്യുമ്പോൾ പലതും അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്താണ് ദക്ഷൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ സൃഷ്ടി നടത്തണം. സൃഷ്ടി നടത്തണമെങ്കിൽ ഏത് കാര്യത്തിനും പണ്ട് ദൈവാധീനമാണല്ലോ വേണ്ടത്. അവർ അഖമർഷണം എന്ന് പറഞ്ഞിട്ട് ഒരു തടാകം, അവിടെ നിന്നിട്ട് ഈ ദക്ഷൻ തപസ്സനുഷ്ഠിക്കുകയാണ്. കുറേ പ്രജകളൊക്കെ തനിക്ക് ഉണ്ടാവണം, മക്കളുണ്ടാവണം. അതിന് ആദ്യമായിട്ട് തപസ് ചെയ്യുക നല്ലത് എന്ന് മനസ്സിലാക്കി അഖമർഷണം, പാപമില്ലാണ്ടേക്കണത് എന്ന് ആ വാക്കിൻ്റെ അർത്ഥം വരിക. അവിടെ തപസ് ആരംഭിച്ചു. ഒരു പത്നി ഉണ്ടാവണം, സൃഷ്ടി നടത്തണം, ഒക്കെയാണ് മനസ്സിൽ ഉദ്ദേശം. അപ്പോൾ ഒരു സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഹംസഗുഹ്യ സ്തോത്രം എന്നാണ് ആ സ്തോത്രത്തിൻ്റെ പേര്. കുറേ ശ്ലോകങ്ങളുണ്ട്. നമപരായാവിദാനുഭൂതയേ ഗുണത്രയാഭാസനിമിത്തബന്ധവേ അതൃഷ്ടതാംനേ ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ ദധേ സ്വയംഭുവേ. എന്താണ് ദക്ഷൻ ഭഗവാനോട് പറയണത്? ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതായിരിക്കുന്ന സർവേശ്വര, ഇന്ദ്രിയ കണ്ണുകൊണ്ടോ മൂക്കൊണ്ടോ ഇതൊക്കൊണ്ടോ അറിയാൻ കഴിയാത്തവൻ. അതേപോലെ തന്നെ ഗുണത്രയാഭാസം, സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രകാശമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധ്യാസം കൊണ്ട് മാത്രമേ ഭഗവാനെ മറ്റുള്ളവർക്ക് ബോധ്യമാവുള്ളൂ. എന്തെങ്കിലും സത്വഗുണത്തെ ആശ്രയിക്കണം, അല്ലെങ്കിൽ രജോഗുണത്തെ ആശ്രയിക്കണം, അല്ലെങ്കിൽ തമോ ഗുണത്തെ ആശ്രയിക്കണം. മത്സ്യാവതാരാദികളൊക്കെ തമോ ഗുണമാണ്. നരസിംഹം, പരശുരാമൻ, കൃഷ്ണനൊക്കെ രജോ ഗുണമാണ്. കപില വാസുദേവൻ, ഹംസാവതാരം, വാമനാവതാരം ഇതൊക്കെ സാത്വികമാണ് അല്ലേ? അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് സാത്വികൻ, രാജസൻ, താമസം കാണാം. അപ്പോൾ ഒരു ഗുണബാധയും ഇല്ലാത്ത ഭഗവാൻ ഈ രജോ ഗുണം തമോ ഗുണം ഒക്കെ ആവണത് എന്തിനാണ്? അതാത് സമയത്തെ കാര്യം നിർവഹിക്കാൻ, ഭക്തന്മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അനുഭവപ്പെടാൻ. ഒരു ഗുണമില്ലാണ്ട് തന്നെ ആർക്കും അനുഭവപ്പെടില്ല നിർഗുണനായാൽ. അപ്പോൾ അതുകൊണ്ട് ഗുണത്രയ ആഭാസ നിമിത്ത ബന്ധവേ അദൃഷ്ടധാംനെ, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, അനുഭവം കൊണ്ട്
കുറച്ച് ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഗുണതത്വ നിവൃത്തമാനായ ദതേ സ്വയംഭുവേ, യാതൊരു ഗുണങ്ങളിലും ബന്ധമില്ലാണ്ട് നിവൃത്തമായി നിൽക്കുന്ന ഗുണബാധയോ ഗുണബന്ധമോ സത്യത്തിൽ ഭഗവാനില്ല. ഉണ്ട് എന്ന് തോന്നണേ ഉള്ളൂ. നമുക്ക് തോന്നിക്കുക എന്നല്ലാതെ. ഇപ്പം ദേഷ്യമുണ്ടോ ഭഗവാനോ? ശരിക്കും ദേഷ്യമുണ്ടോ? ഗണേശ്വരൻ്റെ പേര് അതിക്രോധമാണ് കൂണ്ടത്, ചെറിയ ക്രോധമല്ല. സത്യത്തിൽ ആ ക്രോധം ഭഗവാനില്ല എന്നാണ് പറയണത്. അപ്പോൾ യാതൊരു ഗുണവൃത്തികളും സത്യത്തിൽ ബാധിക്കാത്തവനും നിവൃത്തമാനായ സ്വയം ഉണ്ടായതുമായ ഭഗവാന് നമസ്കാരം. ഇപ്പം അതിനെ പറ്റിയിട്ടൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഒരു എപ്പിസോഡിൽ പോലും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്. നയസ്യ സഖ്യം ദുരുഷോവേദി സഖ്യുസകാവസൻ സംവസതപുരേത്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദിട്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. ഏതൊരാത്മാവിനെയാണ് സത്യത്തിൽ ആ ശരീരത്തിലിരിക്കുന്ന ആളറിയാതിരിക്കുന്നത്? ഏത് പ്രകാരത്തിൽ? ഗുണോ യഥാ ഗുണിനോ വ്യക്തദിഷ്ടേർ, ഗുണത്തെ ഗുണി അറിയാത്തതുപോലെ ആ മഹേശ്വരനായിക്കൊണ്ട് നമസ്കാരം. ഏതൊരു ശക്തിയെയാണ് ഭഗവാൻ ഇന്ദ്രിയങ്ങളെ മുഴുവനും അറിയുന്നത്? ഇന്ദ്രിയങ്ങളെ ഏതൊരു ഭഗവാനാണ് തിരിച്ചറിയാതിരിക്കുന്നത്? അല്ലാത്തൊരു സംഗതിയാണത്. നമ്മുടെ കണ്ണ്, മൂക്ക്, അതൊക്കെ മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ഇതിനുള്ളിലുള്ള പരമാത്മാവായിട്ടുള്ള ഈശ്വരൻ. എന്നാൽ ഈ ആത്മാവിന് തിരിച്ച് അങ്ങോട്ട് അറിയാൻ കഴിയുന്നുണ്ടോ? അത് വേണ്ടില്ലല്ലോ, പ്രശ്നം തീർന്നു ലോകത്തിൽ. അതറിയില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് ഭഗവാനെ അറിയാൻ കഴിയണില്ല. ആ ഭഗവാനാവട്ടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണു. ശരിക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് എന്നും കൂടി ഭഗവാൻ അറിയാത്തത് നമുക്കറിയണ്ടോ? നമ്മൾ അടുത്ത നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ അവസരം വരികയെന്ന് നമുക്കറിയില്ല. കാരണം എന്താ ഉണ്ടാവുക എന്ന് ഇപ്പം അറിയില്ലല്ലോ. അടുത്ത നിമിഷം എന്താ ഉണ്ടാവുക നമുക്കറിഞ്ഞാലല്ലേ അടുത്ത നിമിഷം എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഭഗവാൻ അതറിയുന്ന പറയണം. നമ്മൾ അടുത്ത നിമിഷം ചെയ്യാൻ പോണ കാര്യം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇതിനെയൊക്കെ നിയന്ത്രിക്കണം. ആവശ്യം അത്ഭുതമാണ്. ഇന്ദ്രിയങ്ങളെ ഏതൊരു ഭഗവാൻ അറിയുന്നു, തിരിച്ച് ആ ഭഗവാനെ ഏതൊരു ഇന്ദ്രിയങ്ങൾ അറിയുന്നില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പിന്നെ കുറേ ശ്ലോകങ്ങളെ കൊണ്ടൊക്കെയാണ് തിരിച്ച് ഭഗവാൻ ഇപ്പം അങ്ങനെ പറയുക പറ്റും. പ്രത്യക്ഷമായി ദക്ഷിണ വേണ്ട വര എന്താണ് എന്ന് ചോദിക്കേണ്ടി തന്നെ വന്നില്ല. അതൊക്കെ ഭഗവാൻ അറിയാം. ദക്ഷ പ്രജാപതി, അങ്ങേക്കിപ്പോൾ സൃഷ്ടി നടത്തണം, അത്രയല്ലേ വേണ്ടൂ. അതിന് ഞാനൊരു പത്നി അങ്ങേക്ക് കൽപ്പിച്ചിട്ടുണ്ട്, ദേവഹൂതിയെ കർദമന് കൽപ്പിച്ച പോലെ. ഇവിടെ അസിക്രി എന്ന് പറഞ്ഞിട്ടുള്ള പത്നിയാണ് അങ്ങേക്ക് വേണമെന്ന് എൻ്റെ സങ്കല്പം. എൻ്റെ സങ്കല്പം അല്ലാണ്ട് ഈ ലോകത്തിൽ ഇതുവരെ നടന്നിട്ടുമില്ല, ഇനി നടക്കാനും പോണില്ല. അപ്പോൾ ശംഖചക്രഗതാത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അസിക്കിനിയാണ് അങ്ങേക്കുള്ളതായ ഞാൻ നിശ്ചയിച്ച പത്നി, അത് തന്നെയാണ് നടപ്പാവാൻ പോകുന്നതും. അങ്ങേക്ക് ആ സൃഷ്ടിയിൽ 3 പ്രാവശ്യം സൃഷ്ടി നടത്താം. സൃഷ്ടി എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഇങ്ങനെ നമ്മൾ ക്ലാസ് ചെയ്യുന്ന പോകുന്ന സങ്കല്പ സൃഷ്ടി, പിന്നൊന്ന് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ മൈഥുനത്ത് കൂടെയുള്ള സൃഷ്ടി. 2 സൃഷ്ടി ഉണ്ടെന്നാണ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് സരസ്വതി, സനകാദികൾ ഇവരൊക്കെ. ഒരു സ്ത്രീയായിട്ട് സംയോജിച്ചിട്ടല്ല എന്നാണ്. നേരെ മറിച്ച് അങ്ങനെയുള്ള സൃഷ്ടികളുണ്ട്. ഇവിടെ ദക്ഷനോട് പറഞ്ഞത് സാധാരണ സ്ത്രീകളിൽ അസിക്കിനി എന്ന പത്നിയിൽ സൃഷ്ടി ഉണ്ടാവും, സങ്കല്പ സൃഷ്ടിയല്ല. 3 പ്രാവശ്യം അങ്ങേക്ക് സൃഷ്ടിക്കാം, പിന്നെ സൃഷ്ടിക്കാൻ പറ്റില്ല. പക്ഷെ ആ 3 പ്രാവശ്യത്തിൽ എത്ര പുത്രന്മാരെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ. ഫസ്റ്റ് ട്രിപ്പിൽ 1000 ആവാം, 1000 കിട്ടും. 10000 വേണോ, 10000 കിട്ടും. രണ്ടാമത്തേൽ 500 വേണ്ടൂ, 500 മൂന്നാമത്തേൽ കുറച്ചും കൂടി ആയിക്കോട്ടെ, കഴിഞ്ഞു, ഇനിയില്ല. അപ്പോൾ 3 പ്രാവശ്യം എത്ര പുത്രന്മാർ വേണം എന്ന് അങ്ങേക്ക് നിശ്ചയിക്കാം. എത്ര പുത്രന്മാരെ വേണമെങ്കിൽ 3 ട്രിപ്പേ കിട്ടുള്ളൂ, പിന്നെ അവസരം ഇല്ല എന്ന് പറയും. ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, അതിൽ എത്ര വേണമെങ്കിലും ആക്കാമല്ലോ എന്നങ്ങനെ പറഞ്ഞ് അസിക്കിനിയായിട്ട് ചേർന്നതാ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഒരു 10000 പുത്രന്മാരെന്നെ ആയിക്കോട്ടെ, 3 പ്രാവശ്യമല്ലേ പറ്റൂ, 1 പ്രാവശ്യം 10000 പോന്നോട്ടെ. പ്രാർത്ഥിച്ചു, സംഭവിച്ചു. ഭഗവാന്റെ വാക്കല്ലേ, തെറ്റാവൂ. 10000 നല്ല കുട്ടികൾ, അച്ഛന് പറ്റി ഇഷ്ടപ്പെട്ട പുത്രന്മാർ, അവരൊക്കെ അധികം താമസിയാണ്ട് വലുതായി. കഥയിൽ അങ്ങനെ ചേരാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവി. വലുതായിട്ടൊക്കെ അച്ഛനെ നമസ്കരിച്ചു, ഭക്തി ഉണ്ടായി, പിതൃഭക്തി കാര്യങ്ങൾ. എന്താ അച്ഛാ ഞങ്ങൾ വേണ്ട,
നിങ്ങൾ വിവാഹമൊക്കെ കഴിച്ച് നമുക്ക് പ്രജകളുണ്ടാവണ്ടേ ഭൂമിയിൽ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്താണ്. അന്നത്തെ പോലെ ജനസംഖ്യ ബാധ്യതയായിട്ട് കണക്കാക്കിയിരുന്ന കാലമല്ല. പഴയ സമയത്ത് പുത്രന്മാർ പഴയ കാലത്തൊരു ബാധ്യതയല്ല, സമ്പത്താണ്. നമ്മൾ മാത്രമേ സമ്പത്തല്ലാണ്ട് കണക്കാക്കണ്ടുള്ളൂ. വേറെ സമുദായക്കാരൊക്കെ ഇഷ്ടം പോലെ അല്ലേ, ഇത്ര പുത്രന്മാർ അവർക്ക് ആ ഒരു കുഴപ്പമില്ല. നമ്മളാകെ 2, നമുക്ക് 1, 2, 3 എന്നൊക്കെ നമ്മൾ കണക്കുണ്ടാക്കി നമ്മൾ വളരണമില്ല, മറ്റേ കൂട്ടക്കാരൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ അതാണ് പുത്രന്മാർക്ക് ലിമിറ്റൊന്നും വെക്കണ്ട, അതൊരു സമ്പത്താണ് എന്ന്. 10,000 പുത്രന്മാർ നമുക്ക് ഇനിയും പുത്രന്മാർ നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അതുകൊണ്ട് വിവാഹം കഴിക്കണം. ആ വിവാഹത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യുക? തപസ്സനുഷ്ഠിക്കണം. തപസ്സനുഷ്ഠിച്ചിട്ട് വിവാഹം കഴിക്കിൻ എന്ന് ഈ കുട്ടികളോട് അച്ഛൻ പറഞ്ഞു. 10,000 പുത്രന്മാരതാ തപസ്സിനായിട്ടങ്ങനെ പോവുകയാണ്. തപസ് കഴിഞ്ഞാൽ എന്താണ്ടാവും? വിവാഹം കഴിക്കും. നാരദൻ ഇത് കണ്ടു. കഷ്ടം, എത്ര ആൾക്കാരാണല്ലേ സംസാരത്തിൽ കുടുങ്ങാൻ പോണത്. നാരദൻ എന്നെ കഷ്ടം തോന്നി, ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് കര കയറ്റണം. ഈ വയസ്സായവർക്കൊക്കെ ഈ പ്രശ്നം എന്താ പറയുക, ചെറുപ്പക്കാരെയൊക്കെ കൊടുക്കുക എന്നാണ്. അതാണ് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് താലിയൊക്കെ കെട്ടണ സമയത്ത് ഈ വയസ്സായവർക്കൊരു ചിരിയുണ്ട്. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ അപ്പുറത്തും തിരിഞ്ഞു നോക്കി നോക്കും, താലി കെട്ടണോടത്താവും എല്ലാവരുടെയും. അവരൊക്കെ ചിരിച്ചിട്ട് കൈ കൊട്ടും ഇല്ലേ? കുടുക്കി, നിങ്ങളീ ഞങ്ങൾ കുടുക്കി എന്നത്രേ അതിൻ്റെ അർത്ഥം. അത് നാസരക്കാരനൊക്കെ ആദ്യം ഒന്ന് മാറ്റും ഇല്ലേ? അതുവരെ എന്താവും? നല്ല കീർത്തനങ്ങളാണ് വായിക്കുക. ഇതാണ് തന്നെ പെട്ടു 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 എന്ന് ഒരു സ്വാമിയോട് പറയേ, പെട്ടു 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 എന്ന് അത്രേ പറയണത്, നിങ്ങളും പെട്ടു എന്ന്. അപ്പം നാരദൻ വിചാരിച്ചു, ഇങ്ങനെ ഇവർ പെടണോ? കുറച്ച് ഉപദേശങ്ങൾ, ആത്മോപദേശം കൊടുത്തിട്ട് അവരെ രക്ഷിച്ചാലോ എന്ന് തോന്നി. കുട്ടികളെ, നിങ്ങളൊക്കെ എവിടേക്കാണ് പോകണം, എന്താ കഥ എന്നൊക്കെ ചോദിച്ചു. സൃഷ്ടി നടത്തണം, വിവാഹം കഴിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചോദിച്ചാലല്ലേ പറയാൻ പറ്റുമോ? ശരി, എന്നാൽ ചോദിച്ചോളൂ. അങ്ങ് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ പറയാം. നിങ്ങൾ പരസ്പരം അന്വേഷിച്ചൊക്കെ ഉത്തരം പറഞ്ഞാൽ മതി. ഹെൽപ്പ് എന്ന് പറയും. ഇപ്പോൾ ഈ ക്വിസിലൊക്കെ ചാനലിലൊക്കെ ഹെൽപ്പ് ആരോടാച്ചാൽ ചോദിച്ചിട്ടൊരു ഉത്തരം പറയില്ല, അങ്ങനെ ചെയ്തോളൂ. ഒരാളെന്നെ പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ശരി, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, ഏകപുരുഷം രാഷ്ട്രം. ഒരൊറ്റ പുരുഷൻ മാത്രമുള്ളൊരു രാഷ്ട്രമുണ്ട്, അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ കേട്ടിട്ടില്ലാവോ? പണ്ട് നോവൽ വായിച്ചവർക്ക് റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം ഉണ്ട്. അത്രയും നോവലിലേ ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് കഴിയണ ഒരാൾ. നിങ്ങൾ വല്ല റോബിൻസൺ ക്രൂസോ ആവാൻ നോക്കണ്ട കേട്ടോ എന്ന് പറയാറുണ്ട്. സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രമുണ്ട്, ഒറ്റ ആളെ ആ രാഷ്ട്രത്തിലുള്ളൂ. നിങ്ങൾക്കറിയോ? അയ്യോ, തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു, ഇത്രയൊക്കെ കിട്ടി. അതുപോലെ തന്നെ അങ്ങോട്ട് പ്രവേശിച്ചാൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനം, ഒരു ഗുഹ, അത് നിങ്ങൾക്കറിയോ? പരസ്പരം ചർച്ച ചെയ്തു, അവരെല്ലാറ്റിനും ഉത്തരവും പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഇവിടെ എല്ലാവരെയും മോഹിപ്പിക്കുന്നുണ്ട്. ആരാണ് ആ സ്ത്രീ? നിങ്ങൾക്കറിയാമോ? 2 പുറത്തേക്ക് മുഴുകണ ഒരു നദിയുണ്ട്. ആ നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാര്യ തകരാറായിട്ടൊരു പുരുഷൻ ആജീവനാന്തം വിഷമിക്കുന്നുണ്ട്. ഭാര്യ തകരാറായവരോട് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലയോ? അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീയുടെ ഡെഫിനിഷൻ എന്താ അറിയോ? പുരുഷൻ്റെ സ്വൈരം കെടുത്താനുള്ള ബ്രഹ്മാവിൻ്റെ സൃഷ്ടി. ഒരു കൊട്ടേഷനിൽ ഒറ്റ വാചകം, പുരുഷൻ്റെ സ്വൈരം കെടുത്താനുള്ള ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഏത് എന്ന് ചോദിച്ചാൽ മതി ഈ ചോദ്യത്തിന് പകരം. അപ്പോൾ ഏതാണ് ആ സ്ത്രീ എന്നാണ് ഇവിടെ ചോദ്യം. സാധാരണ നമ്മൾ ഉദ്ദേശിക്കണ ഒരു സ്ത്രീ അല്ല, അതിനൊക്കെ ആന്തരാർത്ഥങ്ങളുണ്ട്. ഒന്നും ബാഹ്യമായ ഉത്തരങ്ങളല്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അപ്പം അത്തരം ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ദുഃഖിക്കുന്ന പുരുഷനെ പറ്റി, സ്ത്രീയാൽ ദുഃഖിക്കുന്ന പുരുഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവർ പരസ്പരം അന്വേഷിച്ചു, ഉത്തരം കണ്ടെത്തി. ഒരാൾക്കറിയാത്ത മറ്റാൾക്കറിയാം, അയാൾക്കറിയാത്ത ഒരാൾക്കറിയാം. ചുരുക്കം എല്ലാ ചോദ്യത്തിനും ഉത്തരമൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയോ 25 അത്ഭുതങ്ങളുള്ള ഒരു ഗൃഹം, അത് നിങ്ങൾക്കറിയാമോ? അത് മനസ്സിലായി, അതിൻ്റെ ഉത്തരം കിട്ടി. ഒരു ചക്രത്തിൽ പെട്ടിട്ട് എല്ലാവരും കഷ്ടപ്പെടുകയാണ്, അതും ചർച്ച ചെയ്ത് ഉത്തരം അവർ കണ്ടെത്തി. അതുപോലെ തന്നെ ഇതൊക്കെ അറിയാതെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് സൃഷ്ടി നടത്തുക? കുട്ടികളെ, ഈ സൃഷ്ടി നടത്തണമെങ്കിൽ കുറച്ച് അത്യാവശ്യം ഒരു അടിസ്ഥാന അറിവൊക്കെ വേണം. അല്ലാണ്ട് ഇത് സൃഷ്ടിക്കാൻ പുറപ്പെട്ടാൽ മൊത്തത്തിൽ നമ്മൾ നട്ടം തിരിയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരമൊക്കെ പഠിച്ചിട്ട് മതി സൃഷ്ടി നടത്തുക എന്നാണ് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പൊതുവെ മോക്ഷത്തിലേക്ക് എത്തുക. സംസാരത്തിലേക്ക് കുടുങ്ങി ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ബന്ധപ്പെടേണ്ട, അതിനൊന്നും പോവാതെ ഭഗവാൻ
തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെട്ട ചോദിക്കുക എന്ത് മുക്തി വേണം ഞങ്ങൾക്ക് എന്നാണ്, പറഞ്ഞോളൂ. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതുവരെ പറഞ്ഞു ഏകപുരുഷൻ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ഏകപുരുഷൻ രാഷ്ട്രം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ ഈശ്വരനാണ്. നമ്മളൊക്കെ അതിൻ്റെ രൂപഭേദങ്ങളല്ലേ. അതേപോലെ അങ്ങോട്ട് കിടന്നാൽ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്ന് കൊടുക്കും, മോക്ഷസ്ഥാനം എന്നും പറയുന്നുണ്ട്. മോക്ഷസ്ഥാനത്തെത്തി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ രണ്ട് പുറത്തേക്ക് ഒഴുകണ നദി മായ. എന്താ രണ്ട് പുറത്തേക്ക് ഒഴുകണം? ഒന്ന് ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കും, പിന്നെ ഒന്ന് ഈശ്വരനിൽ നിന്ന് അകറ്റും. രണ്ടും മായയാണ്. ഈ ശരീരം കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത് അല്ലേ, വേറെ ശരീരം കൊണ്ടല്ലല്ലോ. ഭാഗവതം വായിക്കുക, സത്സംഗം ഉണ്ടാവുക, ഭജന ചെല്ലുക, നാമം ചെല്ലുക. അപ്പോൾ ഈശ്വരനിലേക്കാണ് ഒഴുകണത്. ചിലപ്പോൾ തോന്നി ഈ എന്ത് രാവിലെ എണീക്കുന്ന സുഖമായിട്ട് കിടന്നുറങ്ങുക, എണീറ്റിട്ട് ഇപ്പോൾ എന്താ കാര്യം? അപ്പോൾ മായ ബാധിച്ചു ഇല്ലേ. ഈ ശരീരം തന്നെയാണ് മായ ബാധിക്കുന്നതും മായ അല്ലാണ്ടാക്കുന്നതും. അതെ, അങ്ങോട്ട് പ്രവേശിച്ചാൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു ചക്രം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, പ്രപഞ്ചം. 25 അത്ഭുതങ്ങളുള്ളതായ എന്ന് പറഞ്ഞാൽ ശരീരം. അത് നമ്മൾ കപിലവാർത്തയുടെ ഇതിൽ പറഞ്ഞു. 10 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും ശബ്ദപ്രശരൂപരസ ഗന്ധങ്ങളും പിന്നെയോ ഭൂമി 4 കാര്യങ്ങൾ, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. ഇത് കൂടാതെ പരമാത്മാവും കൂടിയാൽ അതാണ് 25 അത്ഭുതങ്ങളുള്ള ഒരു ഗൃഹം എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഓർഡറുകൾ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. തുടക്കം ഏകപുരുഷൻ രാഷ്ട്രമാണ്, അവിടെ തുടങ്ങണ്ട. പഞ്ചാത്ഭുതം ഗൃഹത്തിൽ നിന്ന് തുടങ്ങുക. 25 അത്ഭുതങ്ങളുള്ളതായ ഒരു ശരീരം നമുക്ക് കിട്ടിയിട്ട് എന്താണ് ചെയ്യരുതാത്തത്? ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കാത്ത ഗൃഹസ്ഥാശ്രമം സംസാര ചക്രത്തിൽ കുടുങ്ങാതിരിക്കുക. അതാണ് ചിത്രകഥം. അതിൽ കുടുങ്ങാതെ എന്നെന്ത് ചെയ്യണം? ഏകപുരുഷൻ രാഷ്ട്രനെ ഭജിക്കുക. ഇവിടെ എല്ലാം വ്യാപിച്ചതായിട്ടുള്ള ഈശ്വരനെ ഭജിച്ച് ഒരിക്കലും പുനരാവർത്തിയില്ലാത്ത മോക്ഷസ്ഥാനത്തെ പ്രാപിക്കണം. 25 അത്ഭുതങ്ങളുള്ള ശരീരത്തെ കിട്ടി ഈ സംസാര ചക്രത്തിൽ കുടുങ്ങാതെ പരമാത്മാവായിട്ടുള്ള ഭഗവാനെ ഭജിച്ച് ഒരിക്കലും ജനനമരണ ആവർത്തനമില്ലാത്ത ബ്രഹ്മത്തിനെ പ്രാപിക്കണം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ആ ഓർഡറിലാക്കിയാൽ അതങ്ങനെ കിട്ടുക. ഇങ്ങനെയാണ് നാരദൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലേ ഉത്തരം കിട്ടൂ. ഡയറക്റ്റ് മനസ്സിലാവില്ല. ബുദ്ധി ഉണ്ടോ കുട്ടികളൊക്കെ നോക്കിയതാ. കുട്ടികളും ഇടമിടുക്കന്മാരാണേ. ഒക്കെ ഉത്തരം കണ്ടെത്തി. അതുകൊണ്ട് ശരീരം എടുത്തിട്ട് എന്ത് ചെയ്യരുത്? പ്രപഞ്ചത്തിലേക്ക് വീണ്ടും വീണ്ടും അതിൽ കുടുങ്ങരുത്. നാരദൻ്റെ വഴിക്ക് പോയി. ഇവർ തപസ് ചെയ്തു, ഭഗവാൻ പ്രത്യക്ഷമായി. എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. മോക്ഷം വേണം. മിടുക്കന്മാർ ഇങ്ങനെ ആരും ചോദിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എല്ലാവർക്കും മോക്ഷം, എല്ലാവരും മേടിച്ചോളിന്നും പറഞ്ഞു. അവരെല്ലാം മുക്തരായി എന്ന് പറഞ്ഞു. ദക്ഷനാവട്ടെ ഇവരെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറായിട്ട് അവിടെ നിൽക്കണം. അനുരൂപന്മാരായിട്ടുള്ള കുട്ടികളെ കിട്ടണം ഇല്ലേ, വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ദാ കേട്ടു. ആ കുട്ടികളും തിരിച്ചു വരില്ലാത്തോ ദക്ഷ. ഇതിലധികം ഒരച്ഛന് ദേഷ്യം വരാൻ വേറെ കാര്യം വേണോ? മനസ്സിലിങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അസുഖിനി നമ്മുടെ 10,000 കുട്ടികൾ ഗോവിന്ദനായി, ഗോവിന്ദ ശരണത്തെ പ്രാപിച്ചു. ഇനി എന്താ ചെയ്യുക? നമുക്കുണ്ടാക്കിയാലും കുറച്ചും കൂടി പുത്രന്മാരെ 3 പ്രാവശ്യം ജനിപ്പിക്കാമല്ലോ. ഭഗവാനോട് പ്രാർത്ഥിച്ചു, സർവേശ്വര ഞങ്ങൾക്കൊരു 1000 പുത്രന്മാരുണ്ടാവണേ. 10,000 ഉണ്ടായിട്ട് ഇനി കോലാഹലമാവണ്ട, ഭാരതം കാണണ്ട, 1000 ആച്ചാൽ ഒരു ഒതുക്കം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് 1000 കുട്ടികളെ കൊടുത്തു ഭഗവാൻ. പ്രാർത്ഥനയുടെ ഫലമായിട്ടേ അവരോടും പറഞ്ഞു, തപസ് ചെയ്തിട്ട് നിങ്ങൾ വിവാഹം കഴിക്കണം, ഏട്ടന്മാരെ പോലെ ആവരുത്. ഇവർ പോകുമ്പോൾ അതാ നാരദൻ ഇപ്പോഴേ എണ്ണം കുറച്ച് കുറഞ്ഞിടണമല്ലോ. 10,000 പോയിട്ട് 1000 ആയി. അപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ദക്ഷൻ്റെ മക്കളാണ്. അപ്പം നേരത്തെ ഇതേ കുറച്ച് മുമ്പ് പോയല്ലോ കുറച്ച് ആളുകൾ. അവർ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരാണ്. ഈ അനിയന്മാരെന്താ വേണ്ടത് നിശ്ചയുണ്ടോ? ജ്യേഷ്ഠന്മാർ പോയ വഴിക്ക് പോവുക. രാമനെയും ലക്ഷ്മണനെയൊക്കെ കണ്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? ആ ഏട്ടൻ പറഞ്ഞതല്ലാണ്ട് അനിയൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ് മഹർഷി ഞങ്ങൾ വേണ്ടത്? മോക്ഷം ചോദിക്കുക. ഏട്ടന്മാരും മോക്ഷം ചോദിച്ചത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തേര്? മോക്ഷത്തെ ചോദിച്ചോളിൻ, തിരിച്ച് വിവാഹം കഴിക്കാനൊന്നും കണ്ട. അച്ഛൻ പലതും പറയും, അതൊന്നും കേൾക്കണ്ടോന്നായി. കുട്ടികളൊക്കെ അതാണ് നല്ലത്. സാരം ഗ്രഹിക്കാൻ കഴിവുള്ളവർ അത് ഗ്രഹിക്കും. ഭഗവാനോട് ഞങ്ങൾക്കൊക്കെ മോക്ഷം വേണം. ഇതറിഞ്ഞു ദക്ഷന് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ ആയി. ഇതാരപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? കണ്ടെത്തണം. ആരുടെയെങ്കിലും പ്രേരണയില്ലാണ്ടപ്പോൾ ഇവർ മോക്ഷം പ്രാപിക്കുമോ? അപ്പോൾ ചിലർ പറഞ്ഞു, ഒരു വീണയും കയ്യിൽ പിടിച്ചിട്ടെടുത്ത് അടിക്കാരൻ തീ ഫോണ് കണ്ടിരിക്കണു. വീണ കയ്യിൽ പിടിച്ചിട്ട് ഒരാൾ തന്നെ ഉള്ളൂ പണ്ട് നാരദൻ. അന്നപ്പം
ഒരു സമ്മാനം കൊടുക്കേണ്ട പറ്റില്ല അവന്. എന്താ ഇപ്പം എൻ്റെ കുട്ടികളെ ഈ മാർഗം കാണിച്ചു കൊടുത്തിട്ട് അയാൾക്ക് കിട്ടാൻ പോണോ? വിചാരിച്ചേ ഉള്ളൂ നാരദൻ ചിരിച്ചും കൊണ്ടതാ. തന്നെ ഒന്ന് കാണണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു നാരദ. ആ കുട്ടിയോട് കുറച്ച് വെള്ളം എനിക്ക് തന്നിട്ട് വേണ്ട എനിക്ക് മരണശേഷം ശേഷക്രിയ ചെയ്തിട്ട് മെതി കിട്ടാൻ. എന്തിനാ അവരെയൊക്കെ ഇങ്ങനെ മുക്തിമാർഗത്തിലേക്ക് അയച്ചത്? അപ്പോഴും നാരദൻ ചിരിക്കുകയാണ്. ചീത്ത പറഞ്ഞാലും ചിരിക്കുകയുള്ളൂ വെച്ചാലോ. ശാപിച്ചു ദക്ഷൻ, ഒരു ദിക്കിലും തനിക്ക് നിൽക്കാൻ പറ്റാതെ പോട്ടെ. ഇവിടെ നിൽക്കുക, അപ്പം കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് പോവുക. അപ്പോൾ എവിടെ ഇനി ആരും ഈ ദുരുപദേശം ചെയ്യാൻ പറ്റില്ല. ഗുരുപദേശം അല്ല കേട്ടോ, ദുരുപദേശം ചെയ്ത് വഴിതെറ്റിക്കാൻ അങ്ങേക്ക് പറ്റാണ്ട് പോട്ടെ. നിൽക്കാൻ പറ്റില്ല, എന്തെങ്കിലും കാരണവശാൽ അപ്പോൾ അവിടെ നിന്നാണ് പോകണം. ഇങ്ങനൊരു ശാപം അങ്ങേക്ക് ഇരിക്കട്ടെ എൻ്റെ വക സമ്മാനം എന്ന് പറഞ്ഞു. നാരദന് അത് സന്തോഷമായി. ഒരു ദിക്കിൽ സ്ഥിരം കൂടിയാൽ അപ്പം അവനവനെ പറ്റി അഭിപ്രായം, അവരെ പറ്റി ഇയാൾക്ക് അഭിപ്രായം, കുറച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം അല്ലേ. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അയാൾ കണ്ട പോലെ എല്ലാ കേട്ടോ ഒത്തിരി കോപ്പുണ്ടെന്നാണ് തോന്നണം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, എനിക്കത് അത്ര പിടിച്ചില്ല. അങ്ങനെയാണ് തുടങ്ങുക ആൾക്കാർ. കാണുമ്പോൾ നല്ല അഭിപ്രായം അല്ലേ. പിന്നെയാണ് ഒരു ദിക്കിൽ അധികം നിന്നാൽ അല്ലേ അതിപരിചയാൽ അവജ്ഞ. ഒരു ദിക്കിൽ അധികം ഇടപഴകിയാൽ നമ്മളെ പറ്റി എന്താ പോണില്ലേ എന്ന് ചോദിക്കരുത്. അതിന് മുമ്പ് നമ്മൾ പോകണമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇവർ സന്തോഷമായി നാരദന്. ഇനി കൃഷ്ണ രാമ ഗോവിന്ദ നാരായണ ജനാർദ്ദന എന്ന് വിളിച്ച് അങ്ങനെ നടക്കാം. കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോവുക അങ്ങനെ ഒരു സ്ഥലത്ത് ബന്ധമില്ലാതായി തീർന്നതിലും നാരദൻ ആനന്ദമാണ് കണ്ടെത്തിയത്. പിന്നെ ഒരു പ്രാവശ്യം കൂടി സൃഷ്ടിച്ചു ദക്ഷൻ. 60 പുത്രിമാരെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. അതിൽ 13 ആളെ ധർമ്മദേവന് വിവാഹം കഴിച്ചു. ഭൂതനും അങ്കിരസനും കൃശാസനും 3 3 3 എന്ന രീതിയിൽ കൊടുത്തു. അപ്പോൾ 3 3 6 3 9 ആയല്ലോ, അങ്ങനെ കൊടുത്തു. പിന്നെ 10 ആളെ അങ്ങനെ ഓരോ വിവാഹം കഴിച്ചു കൊടുത്തു. 27 ആളെ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. ദ്വേദ്വേദിതാക്ഷ്യായ ചാപര 3 3 അല്ല കേട്ടോ, സോറി 2 2 2. അങ്ങനെ ഒരു 6 ആളെ താർക്ഷ്യൻ എന്ന പേരുള്ള വിവാഹം കഴിച്ചു കൊടുത്തു. ഗരുഡൻ എന്ന് പറയാം. പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട്. അതിൽ താർക്ഷ്യനാണ്. ദ്വേ എന്നുണ്ട് ശരിക്കും. 2 2 2 വീതം, അതായത് 6. 2 2 3 2 3 2 2 4 2 6. 6 ആൾക്കാരെ താർക്ഷ്യന് കൊടുത്തു. 13 ആൾക്കാരെ കശ്യപന് കൊടുത്തു. അപ്പോൾ 13 6 19 27 ആളെ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നും പറഞ്ഞ് അവരെയൊക്കെ സ്ത്രീകളാണല്ലോ വിവാഹം കഴിച്ചു കൊടുത്തു എന്നും പറയുകയാണ്. അതിൽ കൂടിയാണ് ഇന്ന് പ്രപഞ്ചത്തിലുള്ള സൃഷ്ടി മുഴുവനെ വളർന്നത്. അതിൽ വിശ്വരൂപൻ സന്നിവേശൻ എന്നീ 2 പുത്രന്മാരുണ്ടായി. അവരുടെ കഥ, അതിൽ വിശ്വരൂപനെ ദേവന്മാർ ഇന്ദ്രൻ ആചാര്യനാക്കി എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം എന്താണ് മുതലായ കഥകൾ, വിശ്വരൂപൻ്റെ കഥ തുടർന്ന ഭാഗത്തിൽ പറയുകയാണ്. ഇന്നത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.